വെൽക്കം ടു JD Vlogs. എന്തിനാ വന്നിരിക്കുന്നത്? അതാണ് പരിപാടി. കാളം പറയും നടത്തിലൊക്കെ ചളി. പണ്ടൊക്കെ നമ്മൾ ഈ കാളം കഴിക്കാൻ വരുന്ന സമയത്ത് 15 രൂപയായിരുന്നു കാളം. ഇന്നിപ്പോ 30 രൂപ. പണ്ടൊക്കെ അന്ന് 2012, ഇന്ന് 2025. എന്ത് ഇതിന് കൊണ്ടുപോവാ? അത് വാങ്ങിട്ട് വരാനുള്ള നിന്നെ വിട്ട് അവിടെ പോയിട്ട് ദാദാ പറയണ്. അടിപൊളി സാധനമാണ്. കാളം കഴിക്കാനും അറിയില്ല. നിങ്ങളൊക്കെ കഴിക്കുന്ന കാണാനല്ല എന്റെ സന്തോഷം. അതായത് വെരി ടേസ്റ്റി. എന്ത് യമ്മി. പെരി ടേസ്റ്റ് പെരി പെരിയാ? കൊള്ളാം. ആര് കൊള്ളുന്നു? ഇവിടെ നിൽക്കില്ലെങ്കിൽ നിനക്ക് കൊള്ളു. കാളൻ എന്ന് പറഞ്ഞ എന്താണ്? കാളനല്ല, കാളാൻ. കാളൻ എന്ന് പറഞ്ഞ എന്താണ്? കാള അല്ലേ? കാള. കാളയാ? കാളൻ പറഞ്ഞല്ലേ? കാളൻ. നീ ക്യാബേജ്. നീ ഒരു ഫുഡ്. അതറിയുള്ളൂ. കാള എന്ന് പറഞ്ഞ മഷ്റൂം. മഷ്റൂമിനാണ് കാള എന്ന് പറഞ്ഞത്. അല്ല, ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു മഷ്റൂം എന്നും. കാളുണ്ടാക്കുന്ന മഷ്റൂമിലാണ്. എടുത്തത് ഫുള്ള് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നീ കഴിക്കും തമ്പിയാ. ഇവിടെ പക്ഷെ മഷ്റൂമിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞ ഈ സാധനം ഇത് തമിഴ്നാടും പാലക്കാടും മാത്രമേ സാധനമുള്ളൂ. കർണാടകയിൽ ചിലപ്പോ ഉണ്ടാവും, മേ ബി എനിക്കറിയില്ല. പക്ഷെ ഈ സാധനം നമ്മുടെ ഒമാനില് അല്ലെങ്കിൽ ഈ തൃശ്ശൂര്, എറണാകുളം, നമ്മളവിടെ അല്ലേ, അവിടെ എവിടെയും കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒന്നിന് 35 രൂപ. 10 വിട്ട് എത്ര? 350. അവിടെ പോയിട്ട് ഞാൻ ചോദിക്കുമ്പോ കണക്കൂട്ടി വെച്ചിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ 15 വിറ്റാലോ? 150. 10 വിട്ട് 350. പറയ്. എങ്ങനെ ഒരു 14-15 രൂപ നമുക്ക് ഇതിന് ലാഭം കിട്ടും. അടുത്തെവിടെയും കൊണ്ടിട്ട് സാധനം സെറ്റാണ്. അവർക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് അറിയില്ല. ഇവിടെ അല്ല, ഇവിടെ ഈ സാധനം കൊണ്ട് തമിഴ്നാടും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം അങ്ങനത്തെ ഒരു സാധനം ഇട്ട കാര്യമായിട്ട് ഒമാനില് കാളം കച്ചവടം ഇടാൻ വേണ്ടി. ഒമാനില്ല, ഈ തൃശ്ശൂര്, എറണാകുളം, അങ്ങട് പാലക്കാട് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്ന ആർക്ക് ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഇത് എടുക്കാം. കാളൻ കട പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ പാലക്കാട് അല്ലാത്ത എവിടെ കൊണ്ടുപോകണമെങ്കിലും ഇത് ഇടാം. ആ 2 ദിവസത്തിൽ അല്ലെങ്കിൽ 1 മാസത്തിൽ പൊളിയും. പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും തോന്നാം ഇവനെ പോലെ കാര്യമായിട്ട് വേണ. പിന്നെ ഇവിടെ വേറെ എന്തല്ലേ നമ്മളൊരു ബിസിനസ് ഐഡിയ പറഞ്ഞാൽ ആകും വേണ്ടാ. ഒരു കാടമുട്ടുണ്ട്. പാനിപൂരി, ബേൽപൂരി, ദഹിപൂരി. ദഹിപൂരി ഇല്ല. ഒന്നാ? ആ, 2 കാടമുട്ട ചേച്ചി. 2 കാടമുട്ട. 2 പ്ലേറ്റ് അല്ലേ? അതെ, 2 കാടമുട്ട. അവിടുന്ന് കേട്ടു. എല്ലാം കഴിക്കും. എന്താണ് അതിന് കുത്തി കൊല്ലണു? അതിനെല്ലാം മിക്സ് ആയിട്ട് വേണം കഴിക്കാൻ. ഞങ്ങളൊക്കെ എന്താ താഴോട്ട് നക്കി തിന്നണം? അങ്ങനെയല്ല, എന്റെ വണ്ടിയിലൊക്കെ തേറ്റു. മസാല പോലെ കാടമുട്ട പാലത്തിന്റെ അടിയിൽ തന്നെ അടിപൊളി ആണ്. കാടമുട്ട അടിപൊളി. ഇവിടുത്തെ മസാല പോലെ എന്തെങ്കിലും കുറ്റം പറയണം. മുപ്പതാ മറ്റേ മലയാളികൾ അതായത് എന്തെങ്കിലും പറയ്. ഒരു സാധനത്തില്ല വന്നു തിന്നു. ഒഴിവില്ല. ഗ്യാപ്പ് വേണ്ടേ? ഒമാനിലെ കാളം കട തുടങ്ങാനാണ് അച്ഛൻ്റെ ഐഡിയ. തുടങ്ങി എങ്ങനെ ഇരിക്കും? ഒരേ മൈൻഡ്, ബിസിനസ് മൈൻഡ്. ഈ സാധനം ഇൻവെസ്റ്റ്മെന്റ് ഒരു 1000 രൂപ വെച്ചോ, നമ്മൾ അവിടെ കൊണ്ടുവരണോ. ഒരു കാളിന് 300 പൈസ. ഇല്ലെങ്കിൽ നാളെ തന്നെ ഇടണോ. തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, ഇപ്പോൾ മൊത്തം ഇടാം. പാലക്കാട് വിട്ട ഒരു സാധനം വേറെ അവിടെ ഇടാം. അതറിയില്ല. ഈ സാധനം 300 പൈസക്ക് നമ്മൾ ഒമാനിൽ വിൽക്കാനായിട്ട് ചാൻസ്. 300 പൈസക്ക്
ഒമാനില്. 100 പൈസ പറയുമ്പോ 100 പൈസ 300 പൈസ. 100 പൈസക്ക് 17 രൂപ. 300 പൈസക്ക് എത്രയായി? പറയേ. 100 പൈസക്ക് 17, 300 പൈസക്ക് എത്രയായി? കണക്കിന് ഇഷ്ടമല്ല. അതെ കണക്ക് ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ചെയ്തോ അതല്ല സ്പൂണ് അതിന്റെ ബിസിനസ് പാർട്ട്ണർ ആയിക്കോ. ഏത് അത് വേണ്ട. ഞങ്ങൾ പൊളിയനല്ലോ തോന്നുന്നു. സക്സസ് ആവാനാണ്. സക്സസ് ആവാൻ ഞങ്ങൾ പൊളിയാണല്ലോ. സക്സസ് ആവാൻ എങ്ങനെയാണ് സക്സസ് ആവില്ല? അത് പറഞ്ഞു വെക്കാൻ പറ്റണ്ടേ? എന്താണ് പക്ഷെ അതിന് ഒടുക്കുന്നത്. ഒറ്റ ടിസ്റ്റേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കാന്നറിയില്ല. പിന്നെ എന്തിനീ ഇവിടെ ഒരു ചർച്ച? അല്ല ചിന്നിക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ. വേണ്ട ഒരു ചർച്ച എന്തിനാണ് ഇവിടെ? എനിക്ക് വേണ്ട, ചിന്നിക്ക് വേണമെങ്കിൽ. മഴ വരുന്നത്, രണ്ടാമത്തെ ഇത് ചൂട്, പുറത്തും ചൂട്, അതിന്റെ ഇടയിൽ വേണ്ടാത്ത ഈ ചർച്ച. എന്നിട്ട് വീട്ടിൽ പോകണം. അതെ അങ്ങനെ തിന്നിട്ട് ചാണകൂട്ട് അവിടെ കിടക്കണം. ബിസിനസ് ഇവൻ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തതിൽ എനിക്ക് 3.25 ലക്ഷം പ്ലസ് 8 ലക്ഷം രൂപ നഷ്ടം. 3.25 ലോണ് 8 ലക്ഷം രൂപ നഷ്ടം. ഇതില് ഇനിയൊരു ഇത് വേണ്ട. എന്നാലും ബാങ്കുകാർക്ക് ലാഭമില്ലേ? അതെ നമ്മൾ കച്ചവടം ചെയ്യുന്നത് ലാഭം കിട്ടാൻ ആർക്കില്ല. ബാങ്കിന് ആർക്കെങ്കിലും നമുക്ക് ലാഭം കിട്ടണം. ആ ആർക്കെങ്കിലും നല്ലത് വരണം. നമ്മളൊരു കാര്യം ചെയ്ത ബാങ്കുകാർക്കെങ്കിൽ ബാങ്കുകാർക്ക്. ഞാൻ അടുത്ത ബിസിനസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിളിക്കുന്നത് ഞാൻ വിളിക്കാം. നിഖിൽ രാമാണ് മാനേജർ. അപ്പൊ എന്തായാലും വിളിക്കും. നോടാ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയാം. ഇന്റർനാഷണൽ കളിക്കണോ ഇവിടെ തന്നെ കളിക്കണോ എന്ന് മാത്രം ആലോചിക്കണം. അപ്പൊ നീ വക്കീലിന്റെ അടുത്ത് പോയിട്ട് ആളിനെ വിളിച്ച് നേരെ കോടതിയിലേക്ക്, നീ പോലീസ് സ്റ്റേഷനിൽ അതിൽ പോവാ. ഞാൻ പോലീസ് തന്നെ വിളിച്ചിട്ടാണ് കസ്റ്റംസ് ഒക്കെ. അത് ഇന്റർനാഷണൽ ആയതുകൊണ്ട് എല്ലാവരും പിടിക്കപ്പെടും. ആരാന്ന് വെച്ചാൽ ജസ്റ്റ് അറിയുന്ന പറഞ്ഞാൽ മതി കേട്ടോ. ഒരു നാൾ ഈ കാളൻ എങ്ങനെയാ ഉണ്ടായത്? ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ആ സാധനം ആരും കേട്ടില്ല. മഷ്റൂമിന്നല്ലേ വരുന്നേ? ഇതാ ഇത് മഷ്റൂം അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോ അങ്ങനെ ഇതായിട്ട് വരും. എന്ത് പറയട്ടെ? ആ പറയും. നാളെ മഷ്റൂമിന്നല്ലേ വരുന്നേ? ആ മഷ്റൂം കൊണ്ട് ഉണ്ടാക്കും. അതാണ് ഇത്രയും നേരം പറയാമെന്ന്. എങ്ങനെയാണ് പറ, എങ്ങനെ പറ. ഇതിന്റെ ഉത്ഭവം എവിടുന്നാണ്? ഇതിന്റെ ഒറിജിൻ തമിഴ്നാട്. അതാ ചോദിച്ചു എവിടെ നിന്നുണ്ടാവുന്ന ചോദിച്ചു. അവൻ CBC 10 വർഷം 10 വർഷം മുന്നാടി 12 വർഷം ഞങ്ങൾക്കാകുള്ളൂ. 14 പറഞ്ഞ എങ്ങനെ? +2 12 അതൊക്കെ എനിക്കറിയാം. അതെങ്ങനെ വരുന്നേ? സർക്കാരല്ലേ? മറ്റേ വിജയന്റെ അല്ല വിജയന്റെ സർക്കാർ അതേറ്റില്ലേ? അവൻ ഇന്നലെ മുഴുവൻ ട്രൈ ചെയ്യണ്. വിജയന്റെ ഏറ്റവും ഫേമസ് സിനിമ ആ ഡയലോഗ് കേട്ടിട്ടാണ്. സൂപ്പർ. ഇതിന് വിജയ് ഫാൻ എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ഗില്ലി തന്നെ. ഇന്നലെ മുഴുവൻ കൗണ്ടർ അടിക്കാൻ കിടന്ന് പടാപ്പടമാണ്. പഴങ്ങളൊന്നും ശരിയായോ? ഇപ്പൊ ശരിയായിരുന്നു. കൊറേ നേരം ഇന്നലെ മുഴുകി കിടന്നിട്ട് അതിപ്പോ ഇന്നും എന്താന്നറിയില്ല. സാധനം കേൾക്കുന്നില്ല. ഒരു കോമഡി അല്ലേ? ഇപ്പൊ വന്നതിന് ശേഷം 5-6 കോമഡി പറയാൻ നോക്കുന്നു. ഒന്നാമത്തെ വിക്കിട്ടത് വെളി വരുന്നില്ല. രണ്ടാമത്തെ വന്നത് പാളിപ്പോട്ട് അസ്ഥാനത്ത്. പിന്നെ പഠിച്ചു വെച്ചതും സിറ്റുവേഷനായിട്ട് ബന്ധമില്ലാത്തൊക്കെ പറയണു. അതൊക്കെ കോമഡിയാണ്. പഠിച്ചിട്ട് വന്ന് അതാണെങ്കിൽ വരുന്നില്ല. ആ എനിക്ക് എന്താ ചെയ്യാ ചെയ്യണ്ട ചോട്ടാ. അപ്പൊ അതെ പൈസ നീ കൊടുക്കണം. അപ്പോഴോ മതി നിർത്താൻ. നമുക്ക് നല്ല തീറ്റ. എത്രാമത്തെ ഇത് കണക്കുണ്ട്? ജസ്റ്റ് 4. കണ്ടില്ലേ 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 മറ്റോ കാളൻ വെച്ചിട്ട് നീ ട്രെൻഡ് ആവും. ചെവിയിലൊക്കെ കാണാൻ കാളൻ വെച്ചിട്ട് മറ്റേ ട്രെൻഡ് ആവാം. കണ്ടിടൊക്കെ കാണാൻ അടി നിർത്തിക്കോ. ഒരുപാട് ആവണ്ട്. എന്ത് ഞാൻ എനിക്കതാ പറയണു. ഒരുപാട് ആവണ്ട്. 7ാമത്തെ 8ാമത്തെ പ്ലേറ്റ് ആണ്. നീയും നിർത്തിക്കോ. കഴിക്കുമ്പോഴൊക്കെ ആറ്റിറ്റ്യൂഡ് വേണം. ഇത് ആറ്റിറ്റ്യൂഡ്, ഇത് ആട്ടും കാട്ടം.